നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. അത്യുന്നതനായി ആദ്യനും അതിന് ഞങ്ങളുടെ വീണ്ടെടുപ്പ് നീതീകരണമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷാം ദൈവത്തോടു കൂടെ ഒരു കൂട്ടായ്മ നൽകിയല്ലോ. നീ വിശ്വസ്തനായി പാർക്കുന്ന കർത്താവേ, ഞങ്ങളുടെ ബലഹീനതകൾക്ക് മീതെ നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് ആ പ്രായശ്ചിത്വത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തി നിന്നെ പ്രതി ഞങ്ങൾ നടത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. കൂട്ടിവരുത്തി ജനത്തിനായി സ്തോത്രം. യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിന്റെ നാമത്തിൽ കർത്താവ് ഈ പരിസരങ്ങളെ, ഈ ശബ്ദം കടഞ്ഞുള്ള പരിസരങ്ങളെ, വ്യക്തികളെ, തലമുറകളെ, ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെ, ദേശങ്ങളെ നിന്റെ നാമത്തിൽ നിന്റെ പ്രായശ്ചിത്തം ഇതുമായിട്ട് സാങ്ക്ടിഫൈ ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ക്രൂശിൻ്റെ മഹത്വം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായിട്ട് അല്പസമയം ജീവനുള്ള ദൈവത്തോടുകൂടെ ഒരു കൂട്ടായ്മ അനുഭവിക്കുക എന്ന് പറയുന്നത് വളരെ അനുഗ്രഹീതമായൊരു കാര്യമാണ്. പഴയ നിയമവിശ്വാസികൾക്കോ അല്ലെങ്കിൽ ഈവൻ ആദാമിനുണ്ടായിരുന്നു. ആദാമിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം മാനവജാതിക്ക് ലഭിച്ചതിൽ ഏറ്റവും വലിയ ഒരു സ്ഥാനവും ഏറ്റവും വലിയ അനുഗ്രഹമായൊരു പ്രസൻസാണ് നമ്മുടെ പ്രാണനാഥനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, നമ്മുടെ ജീവൻ്റെ ആധാരമായ, നമ്മുടെ ജീവൻ തന്നെയായ ക്രിസ്തുവിനോടുകൂടി ഒരു കൂട്ടായ്മ അനുഭവിക്കുക എന്നുള്ളത്. അത് വ്യക്തിപരമായി അനുഭവിക്കുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ഞാൻ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ഒരു 3 വീഡിയോകൾ, ചാൾസ് സ്പർജൻ്റെ 3 വീഡിയോകൾ ഞാൻ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നു. ഇനി ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമായിട്ട് കാണാം. 1, 2, 3 പ്രാവശ്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന സമയം മുഴുവൻ അത് കാണാം. ഞാൻ പ്രൊമോട്ട് ചെയ്യല്ല, അല്ലെങ്കിൽ ചാൾസ് സ്പർജനെ പൊക്കി പറയാം. എൻ്റെ പല കുറവുകളും പലതൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കാണാം. പക്ഷെ ആ മെസ്സേജിലേക്ക് മാത്രം നോക്കുക. അതിൻ്റെ പുറകിൽ അവർ ചില ചിത്രങ്ങളതൊക്കെ കാണിക്കുന്നതൊക്കെ അറിവില്ലായ്മ കൊണ്ട് കാണിക്കുന്നതാണ്. ചാൾസ് സ്പർജൻ ഡയറക്റ്റ് അല്ലാതെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. അന്ന് ഓഡിയോ മെസ്സേജുകളുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം അത് വീഡിയോ ആക്കുന്നതാണ്. അപ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ആ മെസ്സേജ് ചാൾസ് സ്പർജൻ്റെ മെസ്സേജാണ്. അത് ബുക്കുകളാണ്. അന്ന് ഓഡിയോ റെക്കോർഡിങ്ങും ഇല്ല, ബുക്കുകളായിരുന്നു. അതിന് റീഡ് ചെയ്യുന്നതായിട്ടാണ്, വേറെ ആരാണെന്ന് റീഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അതിനകത്ത് സ്പെസിഫിക്കായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്. അനേകർ വിശ്വാസികൾ എന്നു പേര് പറയുന്നവർ, രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് പേര് പറഞ്ഞു നടക്കുന്നവർ, മത്തായി 7:21-22 ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്നുള്ള ശബ്ദം കേൾക്കുന്ന ഭയാനകമായ ഒരവസ്ഥ. അവർ പലതവണ ക്ലെയിം ചെയ്യും, കർത്താവ് ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിച്ചു, നിൻ്റെ നാമത്തെ ഞങ്ങൾ രോഗികൾ സൗഖ്യമാക്കി, നിൻ്റെ നാമത്തെ ഞങ്ങൾ വീര്യപ്രവർത്തിക്കുക ചെയ്തില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ, അല്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് വർക്കേഴ്സ് ഓഫ് ദ മിനിസ്റ്റേഴ്സ് ഓഫ് ദ ലോലെസ്നെസ് എന്നെ വിട്ടകന്നു പോവുകയും. അതിഭയാനകമായ ഒരവസ്ഥയാണത്. വളരെ ഡെഡിക്കേറ്റായിട്ട്. അതുപോലെ തന്നെ മറ്റൊരു കൂട്ടരാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്തിരുന്നത്. അതായത് നമ്മുടെ പെരിഫറായിട്ടുള്ള വിശ്വാസം അല്ല, ക്രിസ്തു എന്ന പേഴ്സണുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് വിശ്വാസം. ഞാൻ എത്രയോ ഈ റോമൻസിനെ കുറിച്ചുള്ള ക്ലാസ് എടുത്തപ്പോഴും, ഇപ്പോൾ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ചർച്ച് എന്ന ക്ലാസ് എടുക്കുമ്പോഴും യൂട്യൂബിലിട്ട് അധികം പേരൊന്നും കേൾക്കുന്നില്ല. 8 പേര് 10 പേര് കൂടി വന്ന 15 പേരൊക്കെ കാണുന്നുള്ളൂ. അത് എത്രയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അത് തന്നെ കൂടുതലാണ്. നമ്മുടെ കർത്താവ് ഇത്ര വലിയ ശുശ്രൂഷ ചെയ്തിട്ട് ആകെ 12 പേര്, അവസാന ഉയരത്തിൽ പോയി 11 പേരെ കിട്ടിയത്. പക്ഷേ ആ മെസ്സേജുകൾ അതിൻ്റെ 3ൻ്റെ ലിങ്ക് ഞാൻ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. ആരെങ്കിലും ഇനി യൂട്യൂബിൽ എപ്പോഴും കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന വിശ്വാസം ശരിയാണോ എന്ന് പരിശോധിക്കുന്ന തെറ്റില്ല. അപ്പോസ്തലനായ പൗലോസ് തന്നെ ദൈവാത്മാവിനാൽ പ്രേരിതനായിട്ടാണ് എഴുതിയിരിക്കുന്നത്, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നുവോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ശോധന ചെയ്യുവിൻ. 2 കൊറിന്ത്യൻസ് 13-ാം ചാപ്റ്ററിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ പൗലോസിൻ്റെ ശുശ്രൂഷയെക്കുറിച്ചുകൊണ്ട്, പൗലോസിൻ്റെ അപ്പസ്തോലിക സ്ഥാനത്തെക്കുറിച്ചുകൊണ്ട് നിറഞ്ഞു നിന്ന് കൊറിന്ത്യ സഭയിൽ സകല കൃപാവരങ്ങളാൽ നിറഞ്ഞിരുന്ന കൊറിന്ത്യ സഭയുടെ പിൽക്കാലത്തെ അനുഭവം, പൗലോസെ നിന്നി സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയോ എന്ന് ചോദിച്ചൊരവസ്ഥയിലേക്ക് വന്നു. ഈ മെസ്സേജ് കേൾക്കുന്നവർ ആദ്യം അനേകരുണ്ടായിരുന്നു. ഈ കേൾക്കുന്നവരിൽ പോലും
നിന്നിൽ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയോ? ലൈവായിട്ട് കേൾക്കുന്നവർ പതറിപ്പോകണ്ട. നിന്നിൽ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെയോ എന്ന് സംശയിച്ച് വിട്ടുപോയിട്ടുള്ളവരുണ്ട്, ചോദ്യം ചെയ്യുന്നവരുണ്ട്. എനിക്ക് ആത്മാവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടുള്ള ചാൾസ് സ്പർജൻ്റെ ഈ മെസ്സേജുകൾ കൊണ്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ എല്ലാ ഗ്രൂപ്പുകളും ഞാൻ ഇട്ടിരിക്കുന്നത്. ഇതുപോലെ പ്രസംഗിച്ച വ്യക്തികൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്നു. ഞങ്ങളുടെ ഈ പരിശ്രമങ്ങളെല്ലാം തന്നെ വല്ല വിധേനയും നിങ്ങൾ യഥാർത്ഥ സത്യം മനസ്സിലാക്കി. മത്തായി 7:21 ചോദിക്കുന്ന ചോദ്യം, ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ലെന്ന ഭയാനകമായ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കാൻ വരാതെ ഇപ്പോൾ തന്നെ പേഴ്സണൽ റിലേഷൻ ഡേ ബൈ ഡേ, ഇൻസ്റ്റൻസ് ബൈ ഇൻസ്റ്റൻസ് രുചിച്ചറിഞ്ഞ്, ഞാനത് രുചിച്ചറിഞ്ഞിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ഞാൻ ഒരു തിയറി സ്ഥാപിക്കുകയല്ല. തിയറി കനോട്ട് സേവ് അസ്, ഡോക്ട്രിൻ കനോട്ട് സേവ് അസ്, പാസ്റ്റേഴ്സ് കനോട്ട് സേവ് അസ്, ചർച്ചസ് കനോട്ട് സേവ് അസ്, ബട്ട് ഓൺലി ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ. അത് വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നാം കർത്താവെന്ന് സ്വീകരിച്ചത് ഒരു ഐഡിയ അല്ല, ഒരു തിയറി അല്ല, ഒരു പാസ്റ്ററിനെ അല്ല, ഒരു ഡിനോമിനേഷൻ അല്ല. ക്രൈസ്റ്റ് ആസ് എ പേഴ്സൺ, നമ്മളെ രക്ഷിപ്പാൻ കഴിവുള്ള, സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ള, ജീവനെ മരണത്തെ ജയിച്ചവനായ, പാതാളത്തെ മരണത്തെ ജയിച്ചവനായ, ജീവന് മരണം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നവനായ, തിരഞ്ഞെടുക്കാൻ നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്ന ആ നല്ല ദൈവത്തെ അതിനേക്കാൾ ഉപരിയായി നാം അനുഭവിക്കേണ്ട നിത്യമായ മരണമെന്ന ശിക്ഷ തൻ്റെ ശരീരത്തിൽ പ്രാണനും അനുഭവിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പകരക്കാനായി തീർന്ന ആ സ്നേഹത്തിൽ വലിയ നീണ്ട പ്രാർത്ഥനയൊന്നും വേണ്ട. പരമാർത്ഥ ഹൃദയത്തോടുകൂടെ, ആത്മാർത്ഥതയോടുകൂടെ നിങ്ങളുടെ ആ ഡ്രൈനസ്, ആ ഡ്രൗട്ട് മനസ്സിലാക്കിയിട്ട്, ലോർഡ് ഹെൽപ്പ് മീ, നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ആ ഹൃദയത്തിൻ്റെ വാഞ്ച മനസ്സിലാക്കിയിട്ട് സ്പോട്ടിൽ കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാക്കി തരും. അതപ്പോൾ പറയും, നിങ്ങൾ വിശ്വാസത്തിൽ നിൽക്കുന്നോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ പരിശോധിക്കും. 2 കൊരിന്ത്യസിൽ ലെറ്റർ പൗലോസിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്യുന്നതായിരുന്നു. അവസാനം അവർ ചോദിച്ചു, നിന്നെ സംസാരിക്കുന്നത് ക്രിസ്തു തന്നെ. എന്തുകൊണ്ടെന്നറിയോ? ദേശാന്തര ശക്തികൾ വിഴുങ്ങിക്കളഞ്ഞു. അവരവരുടെ വേലി കാത്തില്ല. ശുശ്രൂഷയിലെ ആഴമേറിയ കാര്യങ്ങൾ വന്നപ്പോൾ, അന്ന് ഇന്ന് പോലുള്ള കത്തോലിക്കരൊന്നും ഇല്ലെന്ന്. AD 57-60 കാലഘട്ടങ്ങളിലാണ് ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. ആ കാലഘട്ടത്തിൽ എതിർത്തു നിന്നത് ജൂഡായിസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഗ്നോസിസം. ഇത് മാത്രം എതിർപ്പോൾ. ഇന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് എതിർപ്പുകളാണ് ഒരു ദൈവ പൈതൻ്റെ മുമ്പിലുള്ളത്. ഉപദേശപരമായിട്ട് റോങ് സ്പിരിറ്റുകൾ, ഇതെല്ലാം നമ്മുടെ മൈൻഡിലേക്ക് അട്രാക്റ്റ് ചെയ്യുമ്പോൾ അതിനാലുണ്ടാകുന്ന ഇൻഫ്ലുവൻസ് നാം എവിടേക്ക് ചായുന്നു? അതിനാണ് ദൈവവചനം അരച്ചു കുറുക്കി ജീവിത അനുഭവത്തിൽ കൊണ്ടുവന്ന് ക്രിസ്തുവായിട്ടുള്ള പേഴ്സണൽ ബന്ധത്തിൽ കൂടെ മാത്രമേ രക്ഷ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ. തിയറി കനോട്ട് സേവ്. ഉപദേശങ്ങൾക്ക് സാധ്യമല്ല, ഡിനോമിനേഷൻ സാധ്യമല്ല, ഒരു പാസ്റ്റർക്ക് സാധ്യമല്ല. ബട്ട് ക്രൈസ്റ്റ് എന്ന് വ്യക്തിപരമായിട്ട് അനുഭവിച്ച് സ്ഥാപിക്കുന്നത്. ഇതിനായിരുന്നു പ്രത്യേകിച്ച് റോമാലേഖനത്തെ ആസ്പദമാക്കി നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ 75-76 എപ്പിസോഡായിട്ടാണ് നമ്മൾ ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറഞ്ഞാൽ വ്യക്തികൾ തന്നെയാണ്. ദൈവത്തിൻ്റെ ദാനമായി നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നാം. ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് നാം. ഇതിനു വേണ്ടി നിഴലുകളായിരുന്നു പഴയ നിയമത്തിൽ ആലയങ്ങളും കാര്യങ്ങളൊക്കെയും. അൾട്ടിമേറ്റ്ലി നമുക്ക് ഏറിയാൽ 80, ഈ കാലഘട്ടത്തിലേക്ക് 80-90 ഇടയ്ക്കാണ് കാലഘട്ടം. വളരെ കുറച്ച് പേര് മാത്രമേ 90 കടന്നു പോകുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഭൂമിയിൽ ആയിരിക്കും സമയത്ത് സമ്പാദിക്കാനുള്ളത് ക്രിസ്തുവിൻ്റെ തികവാണ്. ആ ലക്ഷ്യമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ശരീരത്തിനും പ്രാണനും ആത്മാവിനും ആവശ്യമായ സകലതും സൗജന്യമായിട്ട് തരാമെന്ന പ്രോമിസ് ഫ്രീ. നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടായിക്കോട്ടെ, രോഗത്തിൻ്റെ വിഷയങ്ങളുടെ ഏതൊരു വിഷയം വന്നാലും ജസ്റ്റ് ടെസ്റ്റ് മാത്രം. നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താണെന്ന് നോക്കിക്കൊണ്ട് നിങ്ങൾ ചോദിക്കുന്നത് അധികമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തൊരു സന്തോഷത്തോടെ തൻ്റെ പുത്രനെ നമുക്ക് പകരം ശിക്ഷ അനുഭവിക്കാൻ, പകരക്കാരായിട്ട് ശിക്ഷ അനുഭവിക്കാൻ ഏൽപ്പിച്ചെന്ന പിതാവിൻ്റെ സ്നേഹം, അവനോടാണ് നമ്മൾ നിരപ്പിച്ചിരിക്കുന്നത്. പൊന്ന് എനിക്കുള്ളത്, വെള്ളി എനിക്കുള്ളത്, ഭൂമി അതിൻ്റെ പൂർണ്ണതയും എനിക്കുള്ളത്, ഭൂവാസികൾ എനിക്കുള്ളത് എന്ന് പറഞ്ഞ ആ ദൈവത്തെ നാം സേവിക്കുന്നത്. ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞതുള്ളൂ. അല്ല, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം, സ്ലോവിൽ മനസ്സിലാക്കിയെടുക്കുക.
മൂന്ന് വീഡിയോകളുടെയും ക്രീം ഇതാണ്: ക്രിസ്തു എന്ന പേഴ്സണെ നമ്മൾ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ക്രിസ്തു എന്ന പേഴ്സൺ നമ്മുടെ വ്യക്തിപരമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് നമ്മളെ നിത്യജീവനിലേക്ക് ഡേ ബൈ ഡേ നടത്തുന്ന, അതിൻ്റെ മുമ്പ് അനേക പ്രതികൂലങ്ങൾ വരും, നമ്മുടെ വിശ്വാസത്തിന് അതികഠിനമായ പരിശോധനകൾ വരും, വലിയ വലിയ പരിശോധന, ശത്രുവിൻ്റെ വല്ലാത്ത ആക്രമണങ്ങൾ വരും. നമ്മളെ സ്നേഹിച്ചേർന്ന് ഉറ്റവർ ഉടയവർ പോലും നമുക്ക് എതിരായിക്കൊണ്ട് കൊന്നുകളഞ്ഞാൽ ദൈവത്തിന് ഈ യാഗം കഴിക്കുന്നു എന്നുള്ള ചിന്താഗതിയിൽ വരും. കാരണം അവർ മനസ്സിലാക്കുന്ന നേരെ ഓപ്പോസിറ്റാണ്. അവരൊക്കെ ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്നതും നമ്മൾ പിശാചിൻ്റെ ആൾക്കാരെന്നാണ് ചിന്തിക്കുന്നത്. അവർ ദൈവസ്നേഹത്തിലാണ് ചെയ്യുന്നത്. പൗലോസ് ക്രിസ്തീയ സഭയുടെ ശിശുക്കളെ കൊന്നൊടുക്കാൻ വേണ്ടി ദമാസ്കസിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് അവൻ ദൈവഭക്തിയോടുകൂടിയാണ് ചെയ്തത്. കർത്താവിനെ അറിയാമായിരുന്നു. അതുകൊണ്ട് സ്നേഹത്തിൽ അവനെ ഇടപെടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് 1-ാം നൂറ്റാണ്ടിനേക്കാളൊക്കെയും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അവസരങ്ങളിൽ കൂടെ എക്സ്പീരിയൻസ് പ്രാപിച്ചൊരു സേറ്റാൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ഒരു ദൈവ പൈതലിനെ രക്ഷിച്ച് ക്രിസ്തുവിനോട് സദൃശ്യന്മാരാക്കി പണിതെടുക്കുന്നത് കണ്ട് മനസ്സിലാക്കി അതിനേക്കാൾ ഉയർന്ന ഒരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വീഴ്ത്തിക്കളയാൻ പറ്റുമോ? വ്യാജമായ ഉപദേശങ്ങൾ, വ്യാജമായ ആത്മാവിൻ്റെ പ്രവൃത്തികൾ പലതിനുകൊണ്ട് എങ്ങനെ വലച്ചു കളയാൻ പറ്റുമോ എന്ന് കണ്ടുകൊണ്ട് നോക്കുന്നവനാണ് ശത്രു. അതിൻ്റെ മധ്യത്തിലാണ് ദൈവവചനത്തിൽ കൂടെ തന്നെ നമ്മെ സഹായിപ്പാനായിട്ട്, നമ്മളിൽ നിത്യമായി വസിക്കാൻ, സ്ഥിരമായിട്ട് വസിക്കാൻ. പഴയ വിശ്വാസികൾക്ക് അങ്ങനെ അനുഗ്രഹമില്ലായിരുന്നു. നമ്മളെ സഹായിപ്പാൻ സഹായകനായി, ലീഗലി സഹായകനായിട്ട് പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥ തന്നിരിക്കുന്നത്. അതെല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന അവസരങ്ങളെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് എൻ്റെ കർത്താവ് സകലത്തിനും മതിയായവനാണ്. മരണം മുഖാമുഖം വന്നാലും, രോഗം മുഖാമുഖം വന്നാലും, നിന്ദകൾ മുഖാമുഖം വന്നാലും, ഉപദ്രവങ്ങൾ മുഖാമുഖം വന്നാലും എൻ്റെ കർത്താവ് എന്നെ വിടിവിക്കാൻ ശക്തനാണ്. ഹല്ലേലൂയ. ആ നല്ല ഉറപ്പോടെ മുന്നേറാൻ നമ്മൾ സഹായിക്കട്ടെ. നമ്മൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 75-ാമത്തെ എപ്പിസോഡായിട്ടാണ് ഈ സബ്ജക്റ്റിൽ. അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. ആ ഒടുവിൽ എന്ന വാക്കിൻ്റെ കുറേ എക്സ്പ്ലനേഷനാണ് കഴിഞ്ഞ 3-4 എപ്പിസോഡുകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് പൗല് ഒടുവിൽ എന്ന് പറയാൻ കാരണം? കർത്താവിലും അവൻ്റെ അമിത ബലത്തെ നമുക്ക് രക്ഷയുള്ളൂ. തുടർന്ന് പറഞ്ഞ വാക്യങ്ങൾ പറയുന്നത് പിശാചിനോട് എതിർത്തു നിൽക്കേണ്ടതിന്, സാത്താൻ്റെ പ്രവൃത്തിയോട് പിശാച് എന്ന വാക്ക് ഉപയോഗിച്ച് എതിർത്തു നിൽക്കേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. അപ്പോൾ കർത്താവിനാലെ നമ്മുടെ ഹ്യൂമാനിറ്റിക്ക് മുമ്പിൽ നമുക്ക് ഒരു ശത്രുവിനെയും നമുക്ക് കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. നമ്മുടെ ഹ്യൂമൻ പവർ കൊണ്ട് നമുക്ക് ഒന്നിനെയും, നമ്മുടെ ബുദ്ധി കൊണ്ട്, നോളജ് കൊണ്ട് ഒന്നിനാലും ശത്രു കീഴ്പ്പെടുകയില്ല. ഞാൻ പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്, ദൈവ പൈതലിന് 3 വിധത്തിലുള്ള ശത്രുക്കൾ. വീണ്ടും ജനനം പ്രാപിക്കുന്ന മൂവ്മെൻറ്റ് തുടങ്ങി തന്നിൽ തന്നെ വസിക്കുന്നതും, ദൈവത്തോട് ശത്രുത്വമുള്ളതും, ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിന് കീഴടങ്ങാത്തതുമായ ജഡമെന്നത്. അനേക വാക്യങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം വായിച്ചാൽ മുഴുവൻ മനസ്സിലാക്കി തീർക്കും. ഗലാഷ്യൻസ് ചാപ്റ്റർ 5 വായിച്ചാൽ മുഴുവൻ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മറ്റൊന്നാണ് ദ വേൾഡ്, ലോകം. യോഹന്നാന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു, ലോകത്തെയും അതിനോട് സ്നേഹിക്കരുത്. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇൻഫ്ലുവൻസ് നമ്മുടെ മൈൻഡ് ഓപ്പണാണ്. അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ നാം എങ്ങോട്ട് ചായുന്നു, അതിനോട് എതിർത്ത് നിൽക്കുന്നു, അതിനോട് ചാഞ്ഞു പോകുന്നു. മറ്റൊന്നാണ് ദ സൈറ്റാനിക് കിങ്ഡം. എല്ലാവരും കരുതിയിരിക്കുന്നത് കർത്താവ് ക്രൂശിൽ ഇതിനൊക്കെ തോൽപ്പിച്ച് അങ്ങ് പോയെന്ന്, എല്ലാം പിടിച്ചുകൊണ്ട് പോയെന്നാണ്. എഫേസ്യ ലേഖനത്തിൽ ഒരു വാക്യെടുത്ത് അങ്ങനെ തെറ്റായിട്ട് കോട്ട് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇപ്പോഴും ഉണ്ട്, എല്ലാമുണ്ട്. സ്വർലോക ദുഷ്ടാത്മസേരെന്ന് പറയുന്നത് ഇതിനെ ജയിക്കാൻ നമ്മുടെ ഹ്യൂമൻ പവർ കൊണ്ട് സാധ്യമല്ല, നോളജ് കൊണ്ട് സാധ്യമല്ല. ബട്ട് ബൈ ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ. ഞാൻ എപ്പോഴും പറയുന്നത്, ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ പരിപൂർണരാണ്. ക്രിസ്തു പരിപൂർണനായിരിക്കുന്നത് പോലെ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളും അവനോട് കൂടെ പരിപൂർണരാണ്. അല്ലെങ്കിൽ അല്ല. 50% പേഴ്സണില്ല, 50% നടക്കില്ല, 90/10 നടക്കില്ല, 99.9.01 നടക്കില്ല, 100%. പക്ഷെ നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ അവന് കൃപയാലാണ് നമ്മളെ പണിതെടുക്കുന്നത്. കൃപയായി നമ്മുടെ ബലഹീനതയിൽ കൃപ കൊണ്ട് കവിഞ്ഞ്, കൃപ കൊണ്ട് കവിഞ്ഞ്. പിന്നെ കൃപയുടെ ഞാൻ എന്നും ബലഹീനനായിരിക്കാനല്ല. ഓരോ അവസരങ്ങളിലും നമ്മൾ ക്രിസ്തുവിനെ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, എനിക്ക് മന്ന ഭക്ഷിക്കണം, എനിക്ക് മന്ന മതി,
എൻ്റെ ഈ മരുഭൂമി യാത്രയിൽ എനിക്ക് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു മതി. അവനിൽ സർവ്വസമ്പൂർണതയുണ്ട്. അവനിലേക്ക് സർവ്വസമ്പൂർണതയുണ്ട്. നിത്യതയിൽ എനിക്ക് അവനോടുകൂടെ വാഴുവാൻ എന്താവശ്യമുണ്ട് അവനിലുണ്ട്. ഞാൻ അവനായി കാത്തിരിക്കും. എന്തെല്ലാം ഭാരങ്ങൾ വരട്ടെ, എന്തെല്ലാം പ്രയാസങ്ങൾ വരട്ടെ, നാം സ്വീകരിച്ച കർത്താവ് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായി ഉയർത്തെഴുന്നേറ്റവനാ. അവൻ്റെ മുമ്പിൽ മടങ്ങാത്തൊരു മട്ടുമല്ല. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:10 പറഞ്ഞിരിക്കുന്നത് എന്താ? അതുകൊണ്ട് ദൈവം അവനെ സകല നാമത്തിൽ മേലായ നാമം നൽകി. സകല മുഴങ്കാലുകൾ അവൻ്റെ മുമ്പിൽ മടങ്ങും. എന്തുകൊണ്ടാണ്? നമുക്ക് വേണ്ടി തന്നെത്താൻ പാപയാഗമായി തീരുവാൻ അനുസരണമുള്ളവനായി, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായതുകൊണ്ട്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി, സകല നാമത്തിൽ മേലായ നാമം നൽകി. സകല മുഴങ്കാലുകൾ അവൻ്റെ മുമ്പിൽ മടങ്ങും. ഇന്ന് മടങ്ങിയ നല്ലത്. സ്തോത്രം. നമുക്ക് സബ്ജക്റ്റിലേക്ക് കടന്നു വരാം. അപ്പോൾ ഈ സബ്ജക്റ്റിൽ എഫേസ്യ ലേഖനം ചാപ്റ്റർ 4 ആസ്പദമാക്കിക്കൊണ്ട് പല കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഉത്തമഗീതങ്ങളിൽ നിന്ന് കാന്ത, എൻ്റെ സഹോദരിയുടെ കാന്ത, കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ, മുദ്രയിട്ടിരിക്കുന്ന കിണറെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഭയെ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞ വ്യക്തിപരമായി നമ്മളെ തന്നെ കെട്ടിയടച്ചിരിക്കുന്ന തോട്ടം, അതായത് യജമാനൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കെട്ടിയടച്ചിരിക്കുന്ന ഒരു തോട്ടം, അടച്ചിരിക്കുന്ന നീരുറവ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ളതാ ഒന്നും തന്നെ നീരുറവയിലേക്ക് വരരുത്. വിഷാംശമായി ഒന്നും വരരുത്. ബുദ്ധിയുടെ പ്രമാണങ്ങളൊന്നും വരരുത്. ജ്ഞാനത്തിൻ്റെ പ്രമാണങ്ങൾ വരരുത്. ഫിലോസഫി വരരുത്. ആത്മാവിൻ്റെ വചനങ്ങൾ, ജീവനുള്ള ആത്മാവിൻ്റെ വചനങ്ങൾ. കോരിക്കൊടുക്കുന്നവർക്ക്, കുടിക്കുന്നവർക്ക് വിഷമല്ല കൊടുക്കേണ്ടത്, ജീവൻ. ഇന്ന് നമ്മൾ ആത്മീയ ഗോളത്തിൽ കാണുന്നത് വ്യാജമാണ്. അല്ല, 99% വ്യാജമായ ഉപദേശങ്ങൾ, വ്യാജ സ്പിരിറ്റുകൾ. കേൾക്കുമ്പോൾ യേശുവിനല്ലേ പ്രസംഗിക്കുന്നത്, പക്ഷെ പ്രവർത്തിക്കുന്നത് മറ്റൊരു യേശു. ഇവിടെയാണ് നമ്മുടെ പ്രാണൻ്റെ ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനെ കുറിച്ച് നമ്മൾ ബോധവൽക്കരിക്കാൻ എന്തൊക്കെയാണോ, കേൾക്കുന്നവരെ ബോധവൽക്കരിക്കത്തൊക്കെ വേണം ഞാൻ ആകുന്നത്ര ശ്രമിക്കുന്നത്. വലിയ വില കൊടുത്ത് നമ്മളെ വാങ്ങിയിരിക്കുന്നത്. നമ്മുടെ ഡെസ്റ്റിനേഷൻ, എറ്റേണിറ്റിയിലെ ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിന് ഫ്രീ ആയിട്ട് ഓപ്ഷൻ ദൈവം വെച്ചിരിക്കുന്നു. പുത്രനെ ആ കൃപാസനത്തിലേക്ക് നമുക്ക് ധൈര്യത്തോടെ കടന്നു ചെല്ലുവാൻ, പുത്രനുമായിട്ട് ധൈര്യത്തോടെ കടന്നു ചെല്ലാം. സ്തോത്രം. അവിടെ മരണം വിധിച്ച സമയത്ത് ഇപ്പോൾ കൃപാസനത്തിൽ ജീവനാണ് ലഭിക്കുന്നത്, നിത്യജീവൻ. അത് ക്രിസ്തുവിലേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എഫേസ്യ ലേഖനം 4 അധ്യായത്തെ ആധാരമാക്കി നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിച്ചു, ഉത്തമ കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു. ഇനി നമുക്ക് ആ 4 അധ്യായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൂടി ചിന്തിക്കാനുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഒടുവിൽ കർത്താവിൽ അവൻ്റെ അമിതബലത്തിലെന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു പോരാനായിട്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതായിരുന്നു വേഴ്സ് 14-15 വരെ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ച്. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ ആടി ഉലയുന്ന ശിശുക്കളായിരിക്കത്. അപ്പോൾ ഞാനിതൊക്കെ പ്രിലിമിനറി ക്ലാസ്സിൽ നിങ്ങൾ ചിന്തിച്ച്, അത് നമ്മുടെ സോള് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്റ്റ്, സോളിൻ്റെ ഒരു ഘടകമാണ് ഇൻ്റലക്റ്റ്. ഇത് ഓപ്പണാണ്. ഇവിടേക്ക് വരുന്ന നോളേജിനെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഒരു ഇമോഷൻ നമ്മൾ ഡെവലപ്പ് ആകുന്നത്. എന്ത് നോളജ് വന്നോ അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നമ്മളിൽ കടന്നു വരും, ഒരു വികാരം നമ്മളിൽ കടന്നു വരും. അത് ശരിയാണോ ഇല്ലയോ എന്ന് വിവേചിക്കുന്നതാണ് നമ്മുടെ മനസ്സാക്ഷി. ആ മനസ്സാക്ഷി വിവേചിച്ച് തെറ്റ് ഇത് ശരിയെന്ന് നമുക്ക് ശരിക്കും മനസ്സിലാക്കി തരും. മനസ്സിലാക്കി തന്നിട്ട് നാം അത് ഉപയോഗിക്കുന്ന ആ ഫ്രീ വെല്ലിനെ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. തെറ്റാണ് ശരി എന്താണെന്ന് കൃത്യമായിട്ട് നാം മനസ്സിലാക്കി, നമ്മുടെ മനസ്സാക്ഷി നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മുടെ ഫ്രീ വില്ലിലേക്ക് ഇത് ചെയ്യാം, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്താൽ മരണം, ഇത് ചെയ്തില്ലെങ്കിൽ ജീവൻ, മരണം ജീവൻ നമ്മുടെ മുന്നിൽ വ്യക്തമായിട്ട് പ്രദർശിപ്പിച്ച് തന്നിട്ടാണ് നമുക്ക് ഫ്രീ വിൽ യൂസ് ചെയ്യാൻ തരുന്നത്. അവിടെയാണ് നമ്മുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റി നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുക ആർഗ്യുമെൻ്റ് ഒന്നുമില്ല. നമ്മൾ എന്തൊരു കാര്യം എന്തുകൊണ്ട് റിജക്റ്റ് ചെയ്തു, എന്തുകൊണ്ട് സ്വീകരിച്ചു എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അവിടെ മനസ്സിലാക്കിയെടുക്കും. അതുകൊണ്ട് ഈ ഉപദേശ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയെടുക്കേണ്ടത് ഞാൻ എടുക്കുന്ന ഡിസിഷൻ എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്, റിജക്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, ഉപദേശപരം കാര്യം സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, പേഴ്സണലായിട്ട് ചോദിക്കാം. ഇറ്റ്സ് ഓപ്പൺ ടു എവരിവൺ. ഞാനൊരു ഡിനോമിനേഷൻ സ്ഥാപിക്കുവാനോ വ്യക്തി താല്പര്യങ്ങൾ സ്ഥാപിക്കുവാനല്ല. കേൾക്കുന്നവരുടെ സോൾ ക്രിസ്തുവുമായിട്ട്, ക്രിസ്തു മാതിരി ദൈവത്തോട് നിരന്ന് ക്രിസ്തുവിൽ പരിപൂർണമായിട്ട് വളർന്നു വന്ന്
ക്രിസ്തു എന്ന തലയോളം വെറുതെ പ്രസംഗിക്കുന്നതല്ല, സാധിക്കും എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടാണ് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളർന്നു വരുവാൻ, ദൈവത്തിൻ്റെ നിറവോളം നിറഞ്ഞു വരുവാൻ ശ്രമിക്കുന്നു പറയുന്നത്. അപ്പോൾ ഉപദേശമാണ്. ഏദൻ തോട്ടത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് പോയാൽ 3-ാം അധ്യായത്തിൽ 2-3 അധ്യായത്തിൽ സകല കാര്യങ്ങളും കിട്ടും. ദൈവത്തിൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം ഒരു വചനം കൊടുത്തിരുന്നു, തോട്ടത്തിലെ സകല വൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന ആളെ മരിക്കും. ആ ഉപദേശം അകത്തിരിക്കുമ്പോൾ അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടൊരു ഇമോഷനാണ് അവനെ കൺട്രോൾ ചെയ്തത്. ആ ഇമോഷൻ അനുസരിച്ച് കൊണ്ടായിരുന്നു ദൈവഗീത പ്രകാരം അവൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന ഒരു ഉപദേശം കടന്നു വന്നപ്പോൾ അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ഡെവലപ്പായി. മരിക്കയില്ല നിശ്ചയം, ദൈവം പറയുന്നു മരിക്കും നിശ്ചയം, ഇവിടുന്ന് പറയുന്നു മരിക്കയില്ല നിശ്ചയം. നിങ്ങളുടെ കണ്ണ് തുറക്കുകയും തിന്നുന്ന ആൾ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നന്മ തന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾക്കും ദൈവത്തെ പോലെയാകാം. ദൈവം സെൽഫ് എക്സിസ്റ്റഡ് ആയിരിക്കുന്ന പോലെ നിങ്ങൾക്കും ദൈവത്തെ കൂടാതെ സെൽഫ് എക്സിസ്റ്റഡ് ആകാം. ആ ഉപദേശം വന്നപ്പോൾ ഒരു ഇമോഷൻ ഡെവലപ്പാണ്. എന്തുകൊണ്ട് എനിക്ക് ദൈവത്തെ കൂടാതെ വാണുകൂടാ? ആ ഏതൻ തോട്ടം തുടങ്ങി നമ്മളിൽ എല്ലാ മനുഷ്യരും ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, എല്ലാ മനുഷ്യരുടെ നേച്ചർ എന്ന് പറയുന്നത് ദൈവത്തെ കൂടാതെ വാഴുക എന്നുള്ളതാണ്. എന്നിലും ഒരവസരം കിട്ടിയാൽ ക്രിസ്തുവിനെ കൂടാതെ വാഴണമെന്നുള്ളതാണ് നമ്മുടെ ഹ്യൂമൻ നേച്ചർ. ഇതാണ് ഫ്ലഷ് എന്ന് പറയുന്നത്. ദ സ്പിരിറ്റ്, ദ ഹ്യൂമൻ നേച്ചർ വിത്തൗട്ട് ദ ഹോളി സ്പിരിറ്റ്. ഇതിനെയാണ് നമുക്ക് ജയിക്കാൻ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ആ പാപത്തിൻ്റെ ശക്തി, ആ പാപത്തെ തന്നെ ആണ് ക്രൂശിൽ ന്യായം വിധിച്ച് ശിക്ഷ കൊടുത്തുകൊണ്ട് ദൈവം പകരക്കാരനായി തൻ്റെ പുത്രൻ നൽകിയത്. എന്നിട്ട് അവനെ വിശ്വസിക്കുന്നവർ പറയുന്നത് സൗജന്യമായി നീതീകരിക്കാം എന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിൽ നേരോടെ നിൽക്കാം. സോ ഫ്രീ ഗിഫ്റ്റ്. ഇതിനെന്തോ വില കൊടുക്കാനുള്ളത്? ഇത് സ്വീകരിക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളത്? എന്താ പറ്റുമെന്നറിയോ? ഞാൻ പാപിയാണ് സമ്മതിക്കുക, അല്ലെങ്കിൽ എൻ്റെ സെൽഫിൻ്റെ ഡിസയേഴ്സിനെ ത്യജിക്കാൻ, ക്രൂസിഫൈ ചെയ്യാൻ തയ്യാറാകുന്നില്ല. അത് തയ്യാറാകത്തോളം ക്രിസ്തുവിനെ വെളിപ്പെടുത്തില്ല. അപ്പം ഇതിനെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഉപദേശമായിരുന്നു. ആ ഉപദേശം വന്ന സമയത്ത് ഇമോഷൻ ഡെവലപ്പായപ്പോൾ വളരെ ഈസി ആയിട്ട് ഡിഫെൻഡ് ചെയ്യാമായിരുന്നു ഹവയ്ക്ക്. നോ, എൻ്റെ ദൈവം പറഞ്ഞിരിക്കുന്നത് മരിക്കും നിശ്ചയം. നീ എന്തെല്ലാം ഉപയോഗം കൊണ്ടുവന്നാലും അവിടെ മാറി നിൽക്കും. എന്താ അതിനുള്ള നാച്ചുറൽ എബിലിറ്റി ഉണ്ടായിരുന്നു അവൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ. തെറ്റായ ഒരു ഉപദേശം കടന്നു വന്നപ്പോൾ അതിനോട് കറസ്പോണ്ടൻ്റ് ആയിട്ടൊരു ഇമോഷൻ ഡെവലപ്പായി ഉടനെ മനസ്സാക്ഷി വിധിച്ചു, നോ, നമ്മളിൽ അതിപ്പോഴും നടക്കുന്നുണ്ട്. ഒരു തെറ്റ് വരുമ്പോൾ പക്ഷെ അതിൻ്റെ കൂടെ വരുന്നതെന്നറിയാമോ? ചിലപ്പോൾ സ്വന്തം മകനായിരിക്കാം, സ്വല്പം ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം. നമ്മളെ സംരക്ഷിക്കേണ്ടയോ? എൻ്റെ മക്കളല്ലയോ, എൻ്റെ മകനല്ലയോ, എൻ്റെ മകളല്ലയോ, നല്ല കാര്യമല്ലേ പറയുന്നത്? ചിലപ്പോൾ നമുക്ക് തോന്നിപ്പോകും. തീയുടെ നടുവിലായിരിക്കും പരീക്ഷ വരുന്നത്. ആ ഡ്രൗട്ട് എന്താ പറയുക, മാറ അത്ര 3 ദിവസത്തെ മാറ മരുഭൂമിയിൽ കൂടെ നടന്നു പോയിട്ട് 1 മണിക്കൂർ പോലും മരുഭൂമി നടക്കാൻ സാധ്യമല്ല. നല്ല വെയിലത്ത് ഞാൻ അനുഭവിച്ചിട്ടുള്ളവനാണ്, പല ദിവസങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. 1 മണിക്കൂർ പോലും വെള്ളമില്ലാതെ നമുക്ക് മരുഭൂമി നടക്കാൻ സാധ്യമല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 3 ദിവസം, ഒരാൾ 2 അല്ല, 10-32 ലക്ഷം മൃഗങ്ങളുണ്ട്, സമ്പത്തെല്ലാം കൂടെ നടക്കുന്നത്. അത്യാവശ്യം വെള്ളം കാണുമ്പോൾ ചെന്നപ്പോൾ മാറ, കയ്പ്. ഹല്ലേലൂയ. ഇങ്ങനെയായിരിക്കും, ആ പീക്കിലായിരിക്കും ടെസ്റ്റ് വരുന്നത്. ടെസ്റ്റ് എന്തായിരുന്നു അറിയാമോ? മിസ്രൈമില് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ, വെള്ളത്തെ രക്തമാക്കിയപ്പോൾ മിസ്രൈം പ്രഭുക്കന്മാരൊക്കെയും അടുത്ത് ഈ ഈജിപ്തിലെ നദിക്കകത്ത് സൈഡിലേക്ക് ഓരി കുഴിച്ച് നോക്കി, ചെറിയ ചെറിയ കിണറുകൾ കുഴിച്ച് നോക്കി. പുതിയതായിട്ട് വരുന്ന വെള്ളം രക്തമായിരിക്കും, അതും രക്തമായിരുന്നു. അതേപോലെ ഇസ്രായേൽ യാത്ര പുറപ്പെട്ടപ്പോൾ ഓരോരോ ഗോത്രങ്ങളിൽ നിന്നും പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്തിരുന്നു. അപ്പോൾ ഈ മാറ കയ്പായിരിക്കുന്ന സമയത്ത് ഇവന്മാര് മിസ്രൈമിലെ എക്സാമ്പിൾ ഫോളോ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒന്ന് അല്പമായിട്ടൊരു ടെസ്റ്റ് കൊടുത്തത്. ഹല്ലേലൂയ. പക്ഷേ മോശ തികഞ്ഞുള്ളവനായിരുന്നു. മോശ പരിജ്ഞാനത്തോടു കൂടെ അവരാരും തന്നെ ഒലി കുഴിക്കാൻ പോയില്ല. ദൈവസ്ഥലിൽ നിന്ന് കഴിപ്പോൾ ദൈവം കമ്പ് വെട്ടിടാൻ പറഞ്ഞു, മാറയെ മധുരമാക്കി കൊടുത്തു.
ഇന്ന് ഇതേപോലെ തന്നെ ഈ മാറയെ മധുരമാക്കി മാറയ്ക്ക് ചുറ്റും ഇങ്ങനെ ആൾക്കാരെ കറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകണം. മാറയുടെ മധുരവെള്ളം കുടിച്ച് നിൽക്കാനല്ല ദൈവം വിളിച്ചത്. നിന്നെ വിളിച്ചിരിക്കുന്നത് വാഗ്ദത്ത പ്രോമിസ്ഡ് ലാൻഡിലേക്കാണ്. അപ്പൊ മാറയുടെ മധുരവെള്ളം കുടിച്ച് നിന്നാൽ പോരാ, മാറിന്ന് മുന്നോട്ട് പോകണം. അതൊരു എക്സ്പീരിയൻസ് ആയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഉപദേശം റോങ് ആയി ഒന്ന് വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു നാച്ചുറൽ എബിലിറ്റി തന്നിട്ടുണ്ട്. അതിനതീതമായിട്ട് ഒരു ഗ്രേഷ്യസ് എബിലിറ്റിയാണ് കൃപ എന്ന് പറയുന്നത്. നിനക്കത് ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവിൽ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ജയമാണ്. ഇത് ഞാൻ നമ്മളൊരു പാട്ട് പാടിയല്ലോ, ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ. ഇത് വെറുതെ പാടുന്നല്ല, യഥാർത്ഥമാണ്. അതുകൊണ്ട് പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ വരുമ്പോഴാണ് നമുക്ക് മന്ന കിട്ടാൻ ചാൻസ്. അവിടെ നിങ്ങളുടെ കഴിവിന് അതീതമായ ഒരു പരീക്ഷ അനുവദിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാവന, എനിക്ക് പകരക്കാരനായിട്ട് മരിക്കാൻ തയ്യാറാവന. ഇന്ന് സ്വർഗത്തിലും ഭൂമിയിൽ സകല അധികാരമുള്ളവനായിട്ട് വാഴുന്നത്. ഇനി എന്തെല്ലാം വ്യാജോപദേശങ്ങൾ, ആരെല്ലാം എന്തെല്ലാം ബെനിഫിറ്റിന് വന്നാലും എൻ്റെ സോളിന് ഞാൻ നശിക്കാൻ ഏൽപ്പിക്കുകയില്ല. അപ്പനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ട്, സെർവൻസായിട്ട്, ആരുമാകട്ടെ, നോ. എൻ്റെ സോൾ വിലയേറിയതാ. ഞാനാണ് ഡിസിഷൻ എടുക്കുന്നത്. ഹവ അവിടെ എതിർത്ത് നിന്നിരുന്നെങ്കിൽ കുറച്ച് തലമുറയെങ്കിലും ഉണ്ടാവുമായിരുന്നു വീഴാതിരുന്നത്. പക്ഷേ ഒരു സന്തതി ജനിക്കുന്നതിന് മുമ്പേ തന്നെ വീട് പോയി. അങ്ങനെ നമുക്കെല്ലാവർക്കും അനുസരണക്കേണ്ട മക്കളെന്ന പേരായി. പാവം കർത്തൃത്വം നടത്താൻ തുടങ്ങി. ഇതൊക്കെ നമ്മൾ അതിനെ പ്രസംഗിച്ചതുകൊണ്ട് ഞാൻ എങ്ങനെ എതിർത്ത് നിൽക്കാൻ പറ്റുമോ, ഉപദേശത്തിൻ്റെ ഓരോ കാറ്റ് വരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ എതിർത്ത് നിൽക്കാതെ അതിനോട് കുഴഞ്ഞു പോകുന്നത്, അതിന് വലഞ്ഞു പോകുന്നത്? അതിനുള്ള ബലം. കാരണം നമ്മുടെ ഹൃദയത്തിൽ കുറച്ച് മറഞ്ഞിരിക്കുന്നുണ്ട്. ചിലപ്പോൾ എന്നേക്കാളധികമായിട്ട് മക്കളോടുള്ള സ്നേഹം, എന്നേക്കാളധികമായിട്ട് ഭൗതിക കാര്യങ്ങളോടുള്ള സ്നേഹം, എന്നേക്കാളധികമായിട്ട് എൻ്റെ തന്നെ ശരീരത്തോടുള്ള സ്നേഹം. ഇവിടെ ഒന്നും വിശ്വാസം തയ്ക്കാൻ പറ്റില്ല. എന്നാലും നശിപ്പിക്കാനല്ല, തൻ്റെ പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നത് നമ്മളെ രക്ഷിപ്പാനാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പിതാവ് ഒരുവരെ ആകർഷിച്ച് പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നാൽ പുത്രൻ്റെ ഡ്യൂട്ടിയാണ് ഒടുക്കത്തെ നാളിൽ ഉയർത്തെന്നേൽപ്പിക്കത്തക്കവണ്ണം അവനെ പണിതെടുക്കുക എന്നുള്ളത്, നശിപ്പിക്കുവാനല്ല. ഇതെല്ലാം നല്ല ഉറപ്പായിരിക്കും. എന്നിട്ട് 15-ാം വാക്യത്തിൽ പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയാവും. അപ്പോൾ 5 വിധ ശുശ്രൂഷകളുടെ കാര്യം പറഞ്ഞിട്ടാണ് പറയുന്നത്, സ്നേഹത്തിൽ സത്യം സംസാരിക്കുക. ഇതിൻ്റെ ആവശ്യമൊക്കെ നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡ് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്ന് ഓർപ്പിച്ചിട്ട് അടുത്ത കാര്യത്തിലേക്ക് പോവുകയാണ്. ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ ഇനി നടക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. അവർക്ക് എന്ത് സംഭവിക്കുന്നത്? അവർ അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്നു. വീട് പറയാണ്, ആരാണ്? ജാതികൾ. അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ എങ്ങനെയായിരിക്കണം? സത്യം സംസാരിച്ചുകൊണ്ട്. 14-15 വാക്യങ്ങൾ എങ്ങനെയായിരുന്നു? നാം മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഒരു കാറ്റിന് ആടി ഉലയാതെ ശിശുക്കളായിരിക്കാതെ എങ്ങനെ നിങ്ങൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട്. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ കള്ളം പറയില്ല. എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് പുറത്തു പറയുള്ളൂ. തീരുമാനം എടുക്കുക. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറിപ്പോകരുത്. ഹല്ലേലൂയ. പഴയ അനേക ഉദാഹരണങ്ങളുണ്ട്. ഞാൻ അവിടേക്ക് അങ്ങ് പോകുന്നില്ല. ഒരു പുതിയ നിയമ വിശ്വാസി ഉള്ളിലിരിക്കുന്നവര്, ഉള്ളിൽ വസിക്കുന്നതായ ക്രിസ്തുവിനെ ഓവർകം ചെയ്യാതെ, അല്ലെങ്കിൽ നിന്നെ നടത്തുവാൻ ദാനമായി നിന്നിൽ വസിപ്പാൻ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചല്ലാതെ നിനക്ക് കള്ളം പറയാൻ സാധ്യമല്ല. യോഹന്നാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? വീണ്ടും ജനിച്ചവന് പാപം ചെയ്യാൻ സാധ്യമല്ലെന്ന് പറഞ്ഞത് കൊണ്ടാണ്. സാധ്യമല്ലെന്ന് പറഞ്ഞാൽ അകത്തിരിക്കുന്നതായ ആ ദൈവാനുരൂപമായി സൃഷ്ടിക്കുക പുതു മനുഷ്യനെ ദുഃഖിപ്പിച്ചല്ലാതെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചല്ലാതെ നിനക്ക് പാപം ചെയ്യാൻ സാധ്യമല്ല, കള്ളം പറയാൻ സാധ്യമല്ല. അനേക ഉദാഹരണങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് എടുക്കാം. അതിന് വന്ന ശിക്ഷകൾ എന്താണെന്ന് മനസ്സിലാക്കാം.
ഇതൊക്കെയും നമ്മളെ തന്നെപ്പോലെ ആക്കി തീർക്കാൻ നിഴലുകളായിട്ട് സംഭവിച്ച സംഭവങ്ങളാണ്. ഫസ്റ്റ് കൊരിന്ത്യൻസ് ചാപ്റ്റർ 10 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ 15 വരെയുള്ള വാക്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന അതാണ്. അതൊക്കെ നമുക്ക് നിഴലിനായിട്ട് സംഭവിച്ചു, ബുദ്ധിപദേശത്തിനായിട്ട് സംഭവിച്ചു. ഇതെല്ലാം തന്നു കഴിഞ്ഞിട്ട് നമ്മൾ തോന്നിയ പോലെ നടന്നു കഴിഞ്ഞാൽ ശിക്ഷാവിധി കൂടുതലുണ്ടാവുള്ളൂ. അപ്പോൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ഇടയാകും എന്ന് നല്ല ഓഫർ തന്നിട്ട് പറയുകയാണ്. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ. അപ്പൊ ജാതികളെ പോലെ ഇന്നും പരിശുദ്ധാത്മാവിലുള്ള ഒരു വ്യക്തി, ദൈവത്തിന്റെ ദാനമായി നമ്മളിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ബന്ധം അല്ലെങ്കിൽ ക്രിസ്തുവിനാൽ തന്നെ നടത്തപ്പെടുന്ന ഒരു വ്യക്തി വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടന്നാൽ എന്തായിരിക്കും എൻ്റെ കാര്യം? ഇൻ ദ വാനിറ്റി ഓഫ് ദെയർ മൈൻഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചിന്ത വ്യർത്ഥമാണെന്ന്, ശൂന്യമാണെന്ന്, ഉപയോഗശൂന്യമാണ്, ജീവനില്ലാത്തതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുത്. എന്തുകൊണ്ട് അവർക്ക് സംഭവിച്ചത്? അവർ അന്ധബുദ്ധികളായി, അല്ലെങ്കിൽ ബ്ലൈൻഡ്നെസ് കൊണ്ട്, അജ്ഞാന നിമിത്തം ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല, നോളജ് വർദ്ധിച്ചു വന്നു. ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, പക്ഷെ ക്രിസ്തുവുമായിട്ട് പേഴ്സണൽ റിലേഷൻ ഇല്ല. ക്രിസ്തുവിനെ കുറിച്ച് വേണേൽ പുസ്തകങ്ങൾ എഴുതാം, പ്രസംഗങ്ങൾ നടത്താം, കൺവെൻഷനുകൾ നടത്താം, പലതും നടത്താം. ശരി തന്നെയാണ്, സത്യവേദ പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പഠിച്ചിരിക്കുന്നത്, ഒരു വാക്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റില്ല. പക്ഷേ എന്നാലും ക്രിസ്തുവിനുമായിട്ട് പേഴ്സണൽ ബന്ധമില്ലാതെയും ജീവിക്കാം. എന്നാൽ ഇതൊന്നും തന്നെ ഇല്ലാതെ, വേദപുസ്തകം ഒരു പ്രാവശ്യം പോലും കാണാതെ ക്രിസ്തുവിനുമായിട്ട് പേഴ്സണൽ റിലേഷനുള്ള അനേക വിശ്വാസികളുണ്ട്. അനേക വിശ്വാസികളുണ്ട്. നിങ്ങൾക്ക് സംശയം തോന്നും, അത് സമയം എടുക്കുന്നില്ല. ചില ജീവിതങ്ങളെ കർത്താവ് നേരിട്ട് ഇടപെടുന്നത് അവിടെ ഏറ്റവും പ്രതികൂല സാഹചര്യത്തിൽ. വേദപുസ്തകം ഒരിക്കലും കണ്ടിട്ടില്ല, സുവിശേഷം കേട്ടിട്ടേ ഇല്ല, ആരും സുവിശേഷം പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് നേരിട്ട് ഇടപെട്ട് ഞാൻ യേശുവാകുന്നു, നിനക്ക് അസാധ്യമായത് എനിക്ക് സാധ്യമാണ് എന്ന് പറഞ്ഞിട്ട് രക്ഷിക്കുന്ന സംഭവങ്ങളുണ്ടായിട്ട് എത്രയോ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലത്തെ അനേക വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ട്. പോട്ടെ, അത് അവിടേക്കല്ല. അന്ധബുദ്ധികളായി, അജ്ഞാന നിമിത്തം, ഹൃദയ കാഠിന്യം, ആ വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയ കാഠിന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ഡാർക്കൻഡ്, റോമാലയത്തിൽ വെച്ചിരുന്ന വേറെ വാക്കാണ്. അവർ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. അവിടെയാണ് ഈ മനസ്സാക്ഷിയുടെ കാര്യം പറയുന്നത്. വിവേകമില്ല, വിവേകമെന്ന് മനസ്സാക്ഷിക്ക് പറയുന്ന മറ്റൊരു പേരമാണ്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. 49-ാം സംഗീതത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായി തീർന്നാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. ഇത് നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നത്? വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹൃദയ കാഠിന്യ നിമിത്തം. നമ്മുടെ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന എക്യുപ്മെന്റ് അല്ല, ഓർഗൻ അല്ല, മനസ്സാക്ഷിയെ പറയാണ്. ജ്ഞാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായി തീർന്നാൽ, അതായത് ഈ മനസ്സാക്ഷി വർക്ക് ചെയ്യാതിരുന്നാൽ അവൻ മൃഗത്തിന് തുല്യൻ എന്ന് പറഞ്ഞാൽ, മൃഗങ്ങൾക്കും മനുഷ്യർക്കും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, അവർക്ക് ശരീരമുണ്ട്, പ്രാണനുമുണ്ട്, പക്ഷേ അവയ്ക്ക് ആത്മാവില്ല. നമുക്ക് ശരീരവും പ്രാണനും ആത്മാവുണ്ട്. ഈ ആത്മാവിലൊരു ഘടകമാണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത്. ഈ മനസ്സാക്ഷിയാണ് തെറ്റും ശരിയും തമ്മിൽ വിവേചിച്ച് നമ്മുടെ ഇന്റലക്റ്റിലേക്ക് മെസ്സേജ് തരുന്നത്, പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം തരുന്നത്. നിന്റെ ഫ്രീ വില്ലാണ് സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നത്. പക്ഷെ തെറ്റോ ശരിയാണെന്ന് ഗ്രഹിപ്പിച്ചു തരുന്നത് മനസ്സാക്ഷിയാണ്. അത് ദൈവത്തിന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. അതിന് വേറെ ഒരിനും ഇൻഫ്ലുവൻസ് ഇല്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ആ തെറ്റും ശരി മനസ്സിലാക്കിയിട്ട് വേണമെങ്കിൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ആ മനസ്സാക്ഷി നമുക്ക് വിധിച്ച് തന്നതായിട്ടുള്ള ആ ശരിയെ തെറ്റായിട്ട് പ്രവർത്തിക്കാം, തെറ്റിനെ ശരിയെന്ന് സ്ഥാപിച്ചുകൊണ്ട് വേണമെങ്കിൽ പ്രവർത്തിക്കാം. അതാണ് ന്യായവിധിയുടെ മുമ്പിൽ വെളിപ്പെടുന്നത്. കാരണം എന്താ? പല പ്രാവശ്യവും ഈ മെസ്സേജുകൾ കേട്ടിട്ടും ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയും. നീ റിജക്റ്റ് ചെയ്തത് മോശയെ വേണമെങ്കിൽ നിയമപരമായിട്ട് ശിക്ഷിക്കുന്ന സമയത്താണ് അവിടെ നിയോഗിച്ചയച്ചു നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പർവ്വത്തിൽ തനിക്ക് വെളിപ്പെട്ട മുൾപ്പടലത്തിൽ പ്രത്യക്ഷപ്പെട്ടവൻ ആരാ? അവൻ തന്നെ നമ്മുടെ കർത്താവ്. നിയോഗത്തോടുകൂടിയാണ് ബന്ധിരിക്കുന്നത്. ഫറവോന്റെ
കൊമ്പ് തവണ പൊങ്ങില്ല, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ പോയി ഞങ്ങളുടെ ദൈവത്തിന് യാഗം കഴിക്കാൻ ഞങ്ങളെ വിട്ടയക്കണം. ആരോടെ പറഞ്ഞു? ഫറവോനോട്. ഉടനെ ഫറവോ അതിന് റിബ്യൂക്ക് ചെയ്യാണ്. അവിടെ തുടങ്ങിയാണ് ഫറവോന്റെ ഹൃദയം കഠിനപ്പെടുന്നത്. മോശയിൽ കൂടെ സംസാരിച്ചത് മോശയല്ല. യഹോവയുടെ മഹത്വമുള്ള ഭുജം മോശയുടെ വലങ്കയ്ക്ക് ചെല്ലുമാറാക്കി. ആ മഹത്വമുള്ള ഭുജമാണ് മുൾപ്പടർപ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അവൻ തന്നെയാണ് ക്രിസ്തു, അവൻ തന്നെയാണ് യാഹ്വേ. ഫറവോ തിരിച്ചു പറഞ്ഞത് ആരോട് എതിർത്ത്? മോശയോടല്ല, മോശയിൽ കൂടെ പ്രവർത്തിച്ച അത്യുന്നതനോടാണ് എതിർക്കുന്നത്. അവിടെ തുടങ്ങിയാണ് ഫറവോയുടെ ഹൃദയം കഠിനപ്പെടുന്നത്. ഫറവോ ഒരു മനുഷ്യനായിരുന്നു, അവനൊരു മോറൽ ഏജന്റാ. ദൈവം ഫിസിക്കലായിട്ട് ആരുടെ ഹൃദയം കഠിനപ്പെടുത്തുന്നവനല്ല. സ്തോത്രം. യേശാവിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ പാസ്റ്റിനെ എപ്പോഴും ഭീതിപ്പെടുത്തുന്ന വാർത്തകൾ മാത്രമേ പറയാനുള്ളൂ. യേശാവിന് ന്യായപ്രമാണം അമ്മയുടെ ഉദരത്തിലായിരിക്കുന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മൂത്തവനെ ഇളയവനെ സേവിക്കേണ്ടി വരുന്നു. പ്രവചനമാ. അത് പ്രവചനം അങ്ങനെ തന്നെ അങ്ങ് നടത്തിയെടുക്കുകയാണ് ചെയ്തത്. ആ സാഹചര്യം കടന്നു വന്നു. വേട്ടയാടി തിരിച്ചു വരുന്ന സമയത്ത് യാക്കോബ് നല്ല പായസം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. നല്ല വിശപ്പാ, നല്ല ടെൻഷനുള്ള, നല്ല ഹീറ്റായിരിക്കുന്ന സമയം, വിശപ്പായിരിക്കുന്ന സമയം. അവിടുത്തെ പറഞ്ഞെന്താ? ഞാൻ എന്തിനാ നിസ്സാരമായി ബർത്ത് റൈറ്റും കൊണ്ട് നടക്കുന്നത്? ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ബർത്ത് റൈറ്റ് എന്നാ. മൂത്തവനായതുകൊണ്ട് അവകാശം കിട്ടേണ്ടത് ഏശാവിനാ. ബർത്ത് റൈറ്റ്, വീണ്ടും പുതിയ നിയമത്തിൽ വരുമ്പോൾ വീണ്ടും ജനിച്ചതിൻ്റെ അവകാശം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ തന്നെ എന്ത് വേണം? ഒരു നേരത്തെ പായസത്തിന് വേണ്ടി കളഞ്ഞതെന്താ? അവൻ്റെ ബർത്ത് റൈറ്റ്. ആ പ്രവചനമല്ലായിരുന്നോ? ദൈവമല്ലേ നടത്തിയത്? പക്ഷെ ആരാ ചെയ്തത്? യേശാവ്. എബ്രായ ലേഖനത്തിൽ എഴുതി വെച്ചു. വീണ്ടും അവന് കിട്ടാൻ വേണ്ടി ഒത്തിരി കരഞ്ഞു നോക്കി. നോ, ഇതെല്ലാം പഠിപ്പിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും എന്തുകൊണ്ടാണ് ഞാൻ ഈ ഹൃദയ കാഠിന്യം എന്ന വാക്കിനെയാണ് എക്സ്പ്രസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നാം തന്നെയാണ് നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവില വരുന്ന ഉപദേശത്തെ, കാരണം നമ്മുടെ ചുറ്റും വേണ്ടത്ര വ്യാജ ഉപദേശങ്ങളുണ്ട്. കർത്താവേ, എൻ്റെ പ്രാണൻ്റെ ആത്മാവിൻ്റെ വില നീയാ കൊടുത്തത്, അതുകൊണ്ട് നിനക്ക് ഇല്ലാതെ ദൈവം നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കില്ല. യു ആർ എക്സ്പോസ്ഡ് ടു ഓൾ 3 എനിമീസ്. ജഡം, ദുഷ്ടാത്മലോകം, ദ വേൾഡിൽ എക്സ്പോസ്ഡ് ആണ്. അതിൻ്റെ മധ്യത്തിലാണ് നിന്നെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ തന്നിരിക്കുന്നത്. നിൻ്റെ ഉള്ളിൽ വസിച്ചുകൊണ്ട് നിൻ്റെ ഇൻ്റലക്റ്റിലേക്ക് പ്രേരണ തന്ന് നിൻ്റെ മനസ്സാക്ഷി നിനക്ക് തരുന്ന ആലോചന പ്രകാരം ദൈവം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരിക്കും. അനേകർ പറഞ്ഞ കംപ്ലൈൻറ്റ് എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഡെഡിക്കേറ്റ് ലോർഡ്, എന്നെ സഹായിച്ചാൽ മതി, അവിടെ എനിക്ക് തിരിച്ചറിയാൻ പറ്റും. നിൻ്റെ ബലഹീനത നിന്നേക്കാൾ കൂടുതൽ അറിയുന്നതാണ് കർത്താവ്. കർത്താവ്, എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ. എനിക്ക് മനസ്സിലാകാവുന്ന വിധത്തിൽ പ്ലീസ് ഹെൽപ്പ് മീ. മനസ്സിലാക്കി തന്നിട്ട് പിന്നെ അന്ന് വേണ്ട വേണ്ട എന്ന് പറഞ്ഞാൽ അത് കാര്യം നടക്കില്ല. അവിടെയാണ് ഹൃദയ കാഠിന്യം സംഭവിക്കുന്നത്. അത്രയും വിശ്വാസികളെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മാസങ്ങൾ, വർഷങ്ങൾ ഇതേ പാതയിൽ നടത്തിയിട്ടും അല്പമല്ലാത്ത കാര്യത്തിന് വേണ്ടി രക്ഷ കൊണ്ട് കളയുന്നവർ, കഠിനമായി അധ്വാനിച്ചിട്ട് മാസങ്ങളോളം ക്ലാസ് എടുത്ത് അവർ സ്നാനപ്പെടാൻ പറഞ്ഞ് ഇങ്ങോട്ട് വന്നാലും ദൈവത്തിൻ്റെ ആത്മാവ് നിന്നെ പണിയട്ടെ, ഒരുങ്ങട്ടെ, എന്നിട്ട് വരും വർഷങ്ങളെടുത്തിട്ട് പോലും വ്യക്തിഗത ആത്മ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സത്യമാർഗം അകന്നു പോയവർ. അതുകൊണ്ട് ഈ പാത എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടത് തന്നെയാണ്. ക്രിസ്തുവിനെ പേഴ്സണൽ റിലേഷനിൽ കൊണ്ടുവരിക, അതാണ് ഈ ക്ലാസ്സുകളിലെ ആവശ്യം. ഹൃദയ കാഠിന്യം സംഭവിക്കാതിരിക്കത്തക്കോടെ മനസ്സാക്ഷി തരുന്ന ആലോചന മനസ്സിലാക്കിയിട്ട്, ലോർഡ്, എനിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ആ ക്രൂശിലേക്ക് നോക്കുക. നീ ഇത്രയും സഹിച്ചവൻ. ആ മഹാപുരോഹിതൻ്റെ കയ്യാഫാവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനാകുന്നു, അതായത് യാഹ്വേ എന്ന് പറയുന്ന സമയത്ത് നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു. എനിക്ക് ലഭിക്കാൻ പോകുന്ന സന്തോഷത്തെ ഓർത്തുകൊണ്ടാണ് ആ നിന്നയുടെ അടയാളം വന്ന് ക്രൂശിനെ വഹിച്ചുകൊണ്ട് നീ ഗാൽഗുത്തയിലേക്ക് നടന്നുപോയത്. അദൈവക്രോധാത്തയുടെ പാനപാത്രം മുഴുവന് കുടിച്ചിരിക്കുന്ന സമയത്തും നിൻ്റെ ഹൃദയത്തിൽ ഞാനുണ്ടായിരുന്നു.
നീ എന്നെ കൈപിടിയുന്നവനല്ല. ഈ ധൈര്യം നിങ്ങളെ മുന്നോട്ട് നടത്തുമ്പോൾ ഹൃദയ കാഠിന്യം വരാൻ സമ്മതിക്കരുത്. ഒരു കാരണവശാലും സമ്മതിക്കരുത്. ഇതെൻ്റെ രക്ഷയുടെ വിഷയമാണ്, ഇതെൻ്റെ പേഴ്സണൽ റിലേഷനാണ്, ഇതെൻ്റെ പേഴ്സണൽ സബ്ജക്റ്റാണ്. ഇതിന്മേ കൈയെടുത്താൽ ഞാൻ ആരെയും സമ്മതിക്കില്ല. അപ്പനായിട്ട്, അമ്മയായിട്ട്, ഭാര്യയായിട്ട്, മക്കളായിട്ട്, ആരും തന്നെ ആയിക്കോട്ടെ. ഇറ്റ്സ് വെരി പ്രഷ്യസ്. മൈ സോൾ ഇസ് വെരി പ്രഷ്യസ്. എന്തുകൊണ്ടെന്നാൽ ഇതിന് ദൈവം വില കൽപ്പിച്ചത് തൻ്റെ പുത്രനെയാണ്. ഈ ഒരു പ്രത്യാശയോടുകൂടെ, ധൈര്യത്തോടുകൂടെ, അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയാതെ, ഇത് ഇത്രമാത്രം വിലമതിച്ച് ദൈവത്തിൻ്റെ മുമ്പിൽ ഇത്രമാത്രം വിലമതിക്കുന്നതാണ് എന്നുള്ള ബോധത്തോട് മുന്നേറുവാൻ ദൈവം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. പരിശുദ്ധമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്നവർ ആരെങ്കിലും ഹൃദയ കാഠിന്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് ഇതിന് പരിശുദ്ധാത്മാവ് ഇടപെട്ട്, പരിശുദ്ധാത്മാവ് ദൈവം ഇടപെട്ട് ആ താഴ്വരയുടെ അവസ്ഥയിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ട് വരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രനെ വെളിപ്പെടുത്തി, ആ പുനരുത്ഥാന സത്യത്തിനെ വെളിപ്പെടുത്തി നിന്നോട് സന്തോഷം പകർന്നാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇസ്രായേലിൻ്റെ നാമത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. താങ്ക് യു.